BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനാണ്. തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്ന CPM നേതാക്കളുടെ പ്രസ്താവനകളെ TK ഗോവിന്ദൻ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. തങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് CPM നേതാക്കൾ വ്യക്തമാക്കട്ടെ ആദ്യം. ഈ നിലപാടാണ് TK സ്വീകരിക്കുന്നത്. തെറ്റെന്താണ്? ആരാണ് തെറ്റ് ചെയ്തത്? എന്താണ് നമുക്ക് പറ്റിയ തെറ്റ്? അതാദ്യം അവർ വ്യക്തമാക്കട്ടെ. എനിക്കല്ലല്ലോ തെറ്റ് പറ്റിയത്, പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്ത ഒരു കാര്യം അംഗീകരിക്കാതെ തൻ്റെ ഇംഗിതം മാത്രം അടിച്ചേൽപ്പിച്ചതാണോ തെറ്റ്, അതിനെ എതിർത്തതാണോ തെറ്റ് എന്ന് ആദ്യം പാർട്ടി പറയട്ടെ. ഈ തെറ്റ് തിരുത്താൻ പറയുന്ന ജയരാജൻ്റെ നടപടിയും ഗോവിന്ദൻ മാഷ അങ്കലാപ്പും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, പാർട്ടിയിൽ MV ഗോവിന്ദൻ മാഷ് ഇന്ന് തുടരുന്ന നിലപാടിനെ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും പാർട്ടിയിലുടനീളം എതിർക്കുകയാണ്. ഗോവിന്ദൻ മാഷ് ഒറ്റപ്പെടുകയാണ് പാർട്ടിയിൽ നിന്ന്. ഈ പാർട്ടിയെ ഈ നിലയിലാക്കിയത് MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് തുറന്നു പറയുന്നുണ്ട് TK ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹത്തിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു MV ഗോവിന്ദൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ നടക്കുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ നോക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ, ഏറ്റവും അടിത്തറയുള്ള നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയനെ ഇപ്പോഴും TK ഗോവിന്ദൻ കാണുന്നത്. ഭരണത്തിൻ്റെ ശീതളിമയിൽ പാർട്ടിയെ ശ്രദ്ധിക്കാൻ പിണറായി മറന്നുപോയി. അതിൻ്റെ ഒരു ദുരനുഭവമാണ് ഇപ്പോൾ ഈ പാർട്ടി നേരിടുന്നത് എന്നതുകൂടി TK ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം MV രാഘവൻ പ്രശ്നം വന്നപ്പോൾ, VSൻ്റെ പ്രശ്നം വന്നപ്പോൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്ത് വന്ന സന്ദർഭത്തിൽ പാർട്ടിയുടെ ശരിയായ രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വലിയ പ്രാപ്തിയുള്ള നേതാവായിരുന്നു സഖാവ് പിണറായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പിണറായിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതായിട്ട് ഞാൻ അനുഭവപ്പെടുന്നു. പഴയ പിണറായി ആണെങ്കിൽ ഈ തെറ്റ് പാർട്ടിക്ക് സംഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു. പിണറായി അത്ര ആളല്ല. പിണറായി കരുത്തനായ നേതാവാണ്, പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങൾ നയിച്ച നേതാവാണ്. പക്ഷേ ആ നേതാവിന് ഈ പാർട്ടി ഇങ്ങനെ തകരുമ്പം എന്തുകൊണ്ട് നോക്കി നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കേണ്ടി വന്നു എന്ന കാര്യത്തിൽ അനുഭവം. പാർലമെൻറ്റിലുള്ള ഈ പറയുന്ന ഈ പൊലിമയെല്ലാം കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അതിൽ എല്ലാം മറന്നുപോയി വീണ് പോകുമെന്ന് ഈ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് ഈ പിണറായിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ. 60 വർഷത്തെ CPMുമായുള്ള തൻ്റെ ബന്ധം, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ TK ഗോവിന്ദൻ്റേത്. കണ്ണ് നിറയാതെ ഈ കാര്യങ്ങളൊന്നും തന്നെ തനിക്കോർത്തെടുക്കാൻ കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട് TK ഗോവിന്ദൻ. ഈ 60 കൊല്ലത്തെ പാർട്ടിയുള്ള ആ ഒരു എന്താ പറയേണ്ട വിശ്വാസത്തെ പൂർണ്ണയും തകർക്കുന്ന നിലപാട് ഉണ്ടായി. ആർക്കുണ്ടായി? ഈ സ്ഥാനാർത്ഥി മൂലം പാർട്ടിയുടെ ഭാഗത്തുണ്ടായി. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി. ഒരു വൈകാരികമായ ഒരു കാര്യം ഞാൻ പറയാം. തളിപ്പറമ്പിലെ പാർട്ടി ജില്ലാ സമ്മേളനം ഞാനാണല്ലോ നടത്തിയത്. ഞാനാണല്ലോ എൻ്റെ സന്തോഷം ഞാൻ യോജിച്ച് നടത്തിയത്. മാത്രമല്ല അടുത്ത എല്ലാ പാർട്ടി ചുമതലയും ഞാനാണ്. സന്തോഷമായിട്ട് നല്ല യോജിച്ച പ്രവർത്തനമാണ്. ഞാൻ സന്തോഷത്തോട് പറഞ്ഞു. സന്തോഷം ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് മാഷ് പോകരുത് എന്നുള്ള അഭിപ്രായം സന്തോഷമുണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ഇനി എന്തായാലും ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ സന്തോഷം നീ എന്നോട് ഇനി വർത്തമാനം പറഞ്ഞാൽ എനിക്കും പൂർത്തിയാക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഈ തളിപ്പറമ്പ് തന്നെ പാർട്ടി പ്രവർത്തനം ഈ ഗോവിന്ദൻ മാഷ് ഞാൻ ഒരു കമ്മിറ്റിയിലല്ല. ഇയാൾ അത്ര വലിയ മഹാനൊന്നും അല്ലല്ലോ. അയാൾ എന്നെ വർഗവഞ്ചകൻ എന്നൊക്കെ പറയുന്നത് പാർലമെൻറ്ററി വ്യാമോഹി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. എനിക്ക് അയാളെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. ഞാനത് പറയില്ല. കാരണം അത്ര ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് വന്ന ആളാണ്. എനിക്കങ്ങനെ പറയാൻ കഴിയില്ല.
അയാൾ എങ്ങനെയാണ് പിന്നെ രാഘവൻ പ്രശ്നം വന്നപ്പോൾ ഒക്കെ എടുത്ത നിലപാടെന്തായിരുന്നു എന്നും ഞാൻ അയാളെ സംരക്ഷിക്കുന്നതിന് പങ്കുവച്ചു. മനസ്സിലായില്ലേ? അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നിർണായകമായ പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ടി കെ ഗോവിന്ദൻ കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ അതിഥിയായി എത്തുന്നത്. ഈ അഭിമുഖം ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.